Hi friends, welcome back to Happy Life TV. പലപ്പോഴും ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ അകാരണമായിട്ടുള്ള ഭയം, ടെൻഷൻ, അല്ലെങ്കിൽ ചില വിഷാദങ്ങളൊക്കെ കയറി വരുന്നു. എന്തൊക്കെയോ ഒരു നെഗറ്റീവ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഒരു കാരണവും ഇല്ലാതെ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ അത് അല്പം കൂടുതലാണ് എന്ന് നമ്മുടെയൊക്കെ അനുഭവങ്ങളും അതേപോലെ ചില പഠനങ്ങൾ, ചില ലേഖനങ്ങളിലും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു കാരണത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ സാധാരണക്കാരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണവും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിൽ പ്രത്യേകിച്ച് പദ്ധതികൾ ഒന്നുമില്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ, എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് ഇന്ന കാര്യം തീർക്കണം തുടങ്ങിയിട്ട് ഒരു പദ്ധതികൾ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലില്ലാതെ ബ്ലാങ്ക് ആയിട്ട് വെറുതെ ഇരിക്കുന്ന ആളുകൾ, അവർ ആരാണെങ്കിലും അവരുടെ മനസ്സിലേക്ക് നെഗറ്റീവാണ് പെട്ടെന്ന് കയറി പിടിക്കുക. പദ്ധതികൾ ഇല്ലാതിരിക്കുന്ന ആളുകൾ ശൂന്യമായ മനസ്സുകൊണ്ട് ഒഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ മനസ്സ് വളരെ പെട്ടെന്ന് നെഗറ്റീവ് ചിന്തകളിലേക്ക് പോവുകയും ആ നെഗറ്റീവ് ചിന്തകൾ പയ്യെ വന്ന് അതങ്ങോട്ട് കയറി വളർന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക്, അതായത് വലിയ വലിയ നെഗറ്റീവ് ചിന്തകൾ മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് അത്തരം ആളുകൾ അവസാനം, സ്ത്രീകളാണെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കുമോ, എൻ്റെ മക്കൾ മരിക്കുമോ, അവർക്ക് അപകടങ്ങൾ സംഭവിക്കുമോ, എനിക്കെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വരുമോ തുടങ്ങിയിട്ട് ഒരുപാട് വലിയ ചിന്തകളിലേക്ക് അത് കയറി വളർന്ന് ഒരുപാട് അപകടകരമായ അവസ്ഥയിലേക്ക് പിന്നെ ഭർത്താവ് വരുമ്പോഴും ഒരു സന്തോഷമില്ല, ഭർത്താവിന് കൂടെ വിളിച്ച് പ്രയാസപ്പെടുത്തുക, അതുപോലെ തന്നെ മക്കളുടെ സ്കൂളിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പദ്ധതികൾ മനസ്സിലുള്ള ആളുകളാണെങ്കിൽ അവര് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐഡിയകളാണ് മനസ്സിലേക്ക് കയറി വരിക. അത് വളരെയധികം ഗുണം ചെയ്യും. ബിസിനസ്സുകാരാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ അവരുടെ മനസ്സിലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹായകമാകുന്ന തരത്തിലുള്ള ഒരുപാട് ഐഡിയ വെറുതെ ശൂന്യമായി വളരെ സിമ്പിളായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയകൾ കയറി വരും. അതേസമയം ഒരു ഐഡിയയും പ്രത്യേകിച്ച് പദ്ധതികളൊന്നും ഇല്ലാത്ത, എസ്പെഷ്യലി ലേഡീസ് എന്ന് പറയുമ്പോൾ തന്നെ ഗൾഫിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ഫ്ലാറ്റിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ലേഡീസ് പലപ്പോഴും പങ്കുവെക്കുന്ന ഒരു വിഷയമാണ് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെയുള്ള ഒരു പേടിയിലേക്ക്, ഒരു ഭയത്തിലേക്കൊക്കെ ഒരു ആങ്സൈറ്റിയിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത്. ഇതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വളരെ നമുക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് ഈ വെറുതെ ഇരിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും വിഷയത്തിലേക്ക് നമ്മുടെ പരിപാടികൾ, അതായത് നമ്മുടെ സമയങ്ങൾ മാറ്റുക. അതായത് ലെറ്റ്സ് എൻഗേജ് അവർ സെൽഫ് ഇൻ വാട്ട് വി ലവ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയങ്ങളും നമ്മുടെ ഇടങ്ങളും ഒക്കെ നമ്മൾ മാറ്റുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടൈലറിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ടൈലറിംഗിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. അതേപോലെ ഡ്രോയിങ് താല്പര്യമുള്ള ആളുകൾക്ക് ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുപോകാം. കുക്കറിയിൽ താല്പര്യമുള്ളവർക്ക് പുതിയ എക്സ്പെരിമെന്റ്സുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് UAE-യിലും മറ്റ് ഗൾഫ് കൺട്രീസിലും പോകുമ്പോൾ ഒഴിവ് സമയത്ത് ഇരുന്ന് ഒരു ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഒരു തവണ ഞാൻ കണ്ടു, ഇത് എന്റെ ഭാര്യ വരച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് ഭാര്യ വരച്ച കുറെ കാര്യങ്ങൾ ചുമരിനകത്ത് നല്ല മനോഹരമായ ചിത്രങ്ങൾ തൂക്കിയിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സുഹൃത്തിന്റെ മാതാവ് പരിസരത്തുള്ള ഫ്ളാറ്റിലുള്ള സ്ത്രീകളെയൊക്കെ കൂട്ടി ഇടക്ക് കുക്കറി ഷോവും മറ്റുമൊക്കെ നടത്തി ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കുക്കറി കമ്മ്യൂണിറ്റി ആയിട്ട് അവര് വളർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ സന്തോഷം നൽകുന്ന തരത്തിലുള്ള, ഇനി അല്പമൊക്കെ എഴുത്തുകുത്തിലൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, ചിത്രം വരക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടെ ഇമ്പോർട്ടന്റ് എന്തോ ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. വി ആർ റിയലി ഹാപ്പി ഫോർ ഡൂയിങ് ദാറ്റ്. അത് ചെയ്യുന്നത് നമ്മൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം തിരഞ്ഞെടുത്ത് നമ്മുടെ സമയം പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇങ്ങനെ അകാരണമായ പേടി വരുന്ന, പ്രശ്നങ്ങൾ വരുന്ന ചിന്തകൾ ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ മാറ്റിവെക്കുന്നത് കൊണ്ട് നമുക്ക് അത്തരമൊരു വിഷയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്നത്. അപ്പൊ അത് ഈ ഒരു തരത്തിൽ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയമാണ്. വെറുതെ ഒഴിഞ്ഞിരിക്കുന്നത് മാറ്റി പോസിറ്റീവായിട്ടുള്ള
എന്തെങ്കിലും കാര്യങ്ങൾ, ഈ നമുക്ക് താല്പര്യമുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയങ്ങൾ മാറ്റുക, അങ്ങനെ വിനിയോഗിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ അകാരണമായ ഭയവും ടെൻഷനും ഒഴിവാക്കാം എന്ന് മാത്രമല്ല, നമ്മുടെ ഈ സമയം പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതിൽ നിന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജികൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു എന്ന ഒരു ഗുണം കൂടെ ഇതിനുണ്ട് എന്നുള്ളത്